അശാസ്ത്രീയമായ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഉപവാസ സമരം നടത്തി. മുൻ എംഎൽഎ PC ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരായി പിണറായി സർക്കാർ മാറണമെന്ന് മുൻ എംഎൽഎ PC ജോർജ് പറഞ്ഞു. ദുരിതാശ്വാസ പണം പിരിച്ച് തട്ടിപ്പ് നടത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. അശാസ്ത്രീയമായ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട ബിജെപി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ നയിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം ഉണ്ടായ ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം 5 മണി സമയം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തെ കണ്ടുകളയാമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് കണ്ടു. വലിയ മനപ്രയാസം എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, ഇങ്ങനെ നഷ്ടമുണ്ടായിട്ടുണ്ട്, നഷ്ടമുണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു നമ്പർ കൊടുത്തു, അങ്ങോട്ട് പണം അയച്ചോളാണ് അങ്ങനെ പറയുന്നത്. അതാണ് അവരുടെ ആവശ്യം. എല്ലാവരും ദുരിതാശ്വാസ ഫണ്ടിൽ ഇത് സംഭവം നടന്ന് 24 മണിക്കൂറായില്ല. അതിനിപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് കൊടുത്തോളാനാ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് തൊട്ട് പുറകിൽ ഒരു IAS നിൽപ്പുണ്ട്. അവൻ നല്ലവണ്ണം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏതായാലും ഭയങ്കര ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. നിങ്ങള് ആ പത്രസമ്മേളനം TV കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നിലയിലാണ് നമ്മുടെ പിണറായി ഈ സർക്കാർ. അശാസ്ത്രീയമായാണ് നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ജനങ്ങളോട് വാർഡ് സഭകളിൽ ചർച്ച ചെയ്യാതെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് UDF നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നത്. ചർച്ച ചെയ്ത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ കൂട്ടി നഗരസഭയിലെ സ്ഥലങ്ങളെപ്പറ്റി പഠിച്ച് BJP ബദൽ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷത വഹിച്ചു. നാഷണൽ കൗൺസിൽ മെമ്പർ KS രാജൻ, ദക്ഷിണമേഖലാ സെക്രട്ടറി B കൃഷ്ണകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ, ജില്ലാ ട്രഷറർ KG കർത്ത, D വിനോദ് കുമാർ, സതീഷ് കൃഷ്ണൻ, അജിയാർ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.